പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തന്റെ 75ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. രാജ്യത്തുടനീളം ബി.ജെ.പി. പ്രവർത്തകർ സേവാ പക്വാഡ തുടങ്ങിയ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ഷേമ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആശംസാ പ്രവാഹങ്ങൾക്കൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു ചർച്ച കൂടി സജീവമാകുന്നു. നേതാക്കളുടെ വിരമിക്കൽ പ്രായം. ബി.ജെ.പിയിൽ തന്നെയുള്ള ഒരു അലിഖിതമായ നിയമമാണ് ഈ ചർച്ചകളെയെല്ലാം അടിസ്ഥാനം. 75 വയസ്സ് കഴിഞ്ഞ നേതാക്കൾ സജീവ രാഷ്ട്രീയ പദവികളിൽ നിന്ന് മാറി നിൽക്കണമെന്നായിരുന്നു ആ കീഴ്വഴക്കം. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷമാണ് ഈ നയം കർശനമായി നടപ്പിലാക്കിയത്. ഇതിന്റെ ആദ്യ ഇരകളായത് എൽ.കെ. അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയ അധികായന്മാരായിരുന്നു. ഇവരെ പാർട്ടിയുടെ ഉപദേശക സമിതിയായ മാർഗദർശക് മണ്ഡലത്തിൽ ഒതുക്കി ഫലത്തിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിപ്പിച്ചു. ഈ നിയമം പിന്നീട് പല നേതാക്കളുടെയും രാഷ്ട്രീയ ജീവിതത്തിന് തിരിശീലയിട്ടു. ഇപ്പോഴിതാ നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയുമ്പോൾ ആ നിയമം അദ്ദേഹത്തിനും ബാധകമാകുമോ എന്ന ചോദ്യം പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി ഉന്നയിക്കുകയാണ്. അടുത്ത വർഷം മോദി വിരമിക്കുമെന്ന് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് വോട്ട് തേടുന്നതെന്നും അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള നേതാക്കൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണം നടത്തിയിരുന്നു. ഇതോടെ മോദിയുടെ പിൻഗാമി ആരെന്നതിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ചൂടുപിടിക്കുകയാണ്. എന്നാൽ ഈ ചർച്ചകൾക്ക് തടയിട്ടുകൊണ്ട് RSS സർസംഘചാലക മോഹൻ ഭഗവത് തന്നെ അടുത്തിടെ രംഗത്തെത്തി. 75 വയസ്സ് കഴിഞ്ഞാൽ നേതാക്കൾ വിരമിക്കണമെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഇത് ഒരു പഴയ RSS നേതാവിനെ കുറിച്ച് തമാശയായി പറഞ്ഞ ഒരു കാര്യമാണെന്നും അത് ആർക്കെങ്കിലും വിരമിക്കാനുള്ള സൂചനയല്ലെന്നും ഭഗവത് വിശദീകരിച്ചു. മോദിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് വിരാമമിടാനായിരുന്നു ഭഗവതിന്റെ ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബി.ജെ.പിയുടെ ഭരണഘടനയിൽ ഇത്തരം ഒരു പ്രായപരിധി വ്യവസ്ഥയില്ലെന്ന് അമിത്ഷായും മുൻപേ വ്യക്തമാക്കിയിട്ടുണ്ട്. ചില നേതാക്കൾക്ക് ടിക്കറ്റ് നിഷേധിച്ചത് തിരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായുള്ള പാർട്ടി തീരുമാനമായിരുന്നു, അല്ലാതെ നിയമമായിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. എന്തായാലും 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന മോദിക്ക് ആശംസകൾ നേരുമ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത രാഷ്ട്രീയ നീക്കങ്ങളെയും ഈ പ്രായപരിധി വിവാദത്തിന്റെ വിഷയത്തെക്കുറിച്ചുമാണ്.